നമസ്കാരം. വെള്ളിയേട്ടൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ചിത്രം തിയേറ്ററുകളിൽ നിന്നെല്ലാം പോയി വാഷ് ഔട്ടായി എന്ന് തന്നെ പറയാം. വാഷ് ഔട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച തൊട്ട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ തിങ്കളാഴ്ച ഒന്നും ചിത്രം വാഷ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ചയോട് കൂടി തന്നെ സിനിമ ഓൾമോസ്റ്റ് എല്ലായിടത്തും നിന്ന് പോയി. ഇനി വല്ലയിടത്തും ഓടുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എന്തിനേലും നമുക്ക് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും ലഭിക്കുന്നില്ല. സിനിമയുടെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കണക്കുകളും അതുപോലെ തന്നെ ഒരു ഫൈനൽ കണക്ക് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കണക്കും അതിന്റെ വിജയ പരാജയ സാധ്യതകളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കണക്കുകൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ വെച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പല രീതിയിലുള്ള കമന്റുകൾ ബോക്സ് ഓഫീസിന്റെ ബേസ് ചെയ്തിട്ട് പല വീഡിയോസിലും കാണാറുണ്ട്, അല്ലെങ്കിൽ പല വീഡിയോസിലും ഇടാറുണ്ട് ഈ വല്യേട്ടന്റെ കണക്കുമായി ബേസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ പലരുടെയും കണക്കുകളെ തെറ്റിക്കുന്ന രീതിയിലുള്ള കണക്കായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം. തെറി വിളിക്കുന്നവർക്ക് തെറി വിളിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് തന്നിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് വെള്ളിയേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ 2-3 ദിവസത്തെ കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് ഇട്ടിരുന്നു. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്ത് വന്നിരുന്നു. പിന്നീട് ഒരു ദിവസത്തെ പോലും വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് വേൾഡ് വൈഡ് ആദ്യത്തെ ആ ഒരു വെടിയോട് കൂടി തന്നെ തീർന്നു എന്നാണ്. കാരണം GCCയിൽ മാത്രമാണ്, പ്രത്യേകിച്ച് ദുബായിൽ മാത്രമാണ് സിനിമ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടായില്ല എന്നാണ് എന്റെ അറിവ്. ഇനി അഥവാ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഷോ അല്ലെങ്കിൽ 2 ഷോയിലൂടെ തന്നെ അതിന്റെ ഓട്ടം തീർന്നിട്ടുണ്ട്. അതാണ് ഈ ഫസ്റ്റ് ദിവസത്തെ കളക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നീട് വിദേശ മാർക്കറ്റിൽ നിന്നുള്ള കളക്ഷൻ ഒന്നും വരാതിരുന്നത്. എന്തിനായാലും ആദ്യത്തെ 3 ദിവസം കൊണ്ട് തരക്കേടില്ലാത്ത ഒരു 55-60 ലക്ഷം രൂപയോളം, കോടിയല്ല 60 ലക്ഷം രൂപയോളം ആദ്യത്തെ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതൊരു വലിയ ഒരു കാര്യമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല എന്നുണ്ടെങ്കിലും തരക്കേടില്ലാത്ത കളക്ഷൻ എന്ന് തന്നെ പറയാവുന്ന ഒരു രീതിയിലുള്ളതായിരുന്നു അത്. ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന സിനിമ എന്തായാലും 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നും 3 കോടിയോളം വേണം ഇതിന് പ്രോഫിറ്റായി മാറാനായിട്ട്, അതിനുള്ള സാധ്യത ഈ സിനിമ കാണുന്നുണ്ടെന്നുമാണ് ഞാൻ ആ 3 ദിവസത്തെ കളക്ഷൻ ഇട്ടപ്പോൾ പറഞ്ഞത്. പക്ഷെ പിന്നീട് എനിക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിച്ചില്ല. അതിന്റെ കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്ത് തന്നെയാലും ഇന്ന് ഞാൻ ആ ഒരു ഫോളോ ചെയ്യാതിരുന്ന എന്റെ കണക്കുകളെല്ലാം തന്നെ തീർക്കുകയാണ്. പിന്നെ കണക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഞാൻ ആദ്യമേ മമ്മൂട്ടിയുടെ പടങ്ങളുടെ കളക്ഷനെ പറ്റി അല്ലെങ്കിൽ മമ്മൂട്ടിയെ പറ്റിയൊക്കെ പൊക്കി പറയും, പിന്നീട് അവസാനം കൊണ്ട് താഴെ ഇടുമെന്ന് വിശ്വസിക്കുന്ന കുറേ അധികം ആളുകൾ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങളിത്, ഞാൻ ആ ഒരു വൈരാഗ്യം വെച്ചിട്ട്, മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം വെച്ചിട്ട്, അല്ലെങ്കിൽ അയാളോട് വ്യക്തിപരമായിട്ടുള്ള ശത്രുത വച്ചിട്ട് ചെയ്യുന്ന കളക്ഷൻ ഇടിച്ചു കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അല്ലാത്തവർക്ക് എന്ത് വേണേലും വിശ്വസിക്കുക. അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഫസ്റ്റ് വർക്കിംഗ് ഡേ, സിനിമ റിലീസ് ചെയ്യിപ്പിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് വർക്കിംഗ് ഡേ 9 ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. 9 ലക്ഷം രൂപ ഫസ്റ്റ് വർക്കിംഗ് ഡേ ഈ സിനിമ നേടിയെന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള ഒരു കണക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചൊവ്വാഴ്ചയിലേക്ക് വരുമ്പോൾ അത് 8 ലക്ഷമായിട്ട് കുറയുന്നത് കാണാൻ സാധിക്കും. ഈ സമയത്തൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമ വാഷ് ഔട്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വാഷ് ഔട്ട് ആയിട്ടില്ല എന്ന് തന്നെയാണ് ആ സമയങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച 8 ലക്ഷം രൂപ നേടിയ സിനിമ ബുധനാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് വെറും 2 ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ നേടിയതായിട്ട് കാണുന്നത്. വ്യാഴാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് 1 ലക്ഷം രൂപ കളക്ഷൻ കിട്ടി എന്നാണ് കാണിക്കുന്നത്. അതായത് ഇനി എത്ര ദിവസം ഓടി എന്നുണ്ടെങ്കിലും ഈ 1 ലക്ഷം എന്ന് പറയുന്ന സംഭവം തന്നെയാണ് കാണിക്കാൻ സാധ്യതയുള്ളത്. കാരണം അത് നമുക്ക് ട്രാക്ക് ചെയ്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ കണക്ക്, അല്ലെങ്കിൽ ആ ഒരു സൈറ്റുകളിലെല്ലാം അവർക്ക് കിട്ടുന്ന സംഭവം തീരുന്ന സമയത്ത് അവർ 1 ലക്ഷം എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. ഞാൻ മറ്റുള്ള സിനിമകളുടെയൊക്കെ കണക്കുകൾ പറയുമ്പോഴും ഇവിടം കൊണ്ട് തീരാനാണ് സാധ്യത എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പിന്നീട് ഈ 1 എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഇട്ടുപോകും. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബുധനാഴ്ചയോട് കൂടി തന്നെ സിനിമയുടെ ഓട്ടം തീർന്നിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇത്രയും ദിവസം കൊണ്ട്, അതായത് ഒരാഴ്ചയോളം തിയേറ്ററുകളിൽ നിന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരാഴ്ച കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് 70 ലക്ഷം രൂപയോളം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 70 ലക്ഷം രൂപയോളം ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തപ്പോൾ GCCയിൽ നിന്ന് 20 മുതൽ 25 ലക്ഷം രൂപ വരെ നേടിയെടുക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. 20 ലക്ഷം രൂപയാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ കിട്ടിയത്. പിന്നീടുള്ള ഒരു ദിവസത്തെയും കണക്കുകൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് സാധ്യത മാത്രം പറഞ്ഞത്. എന്ത് തന്നെയാലും ഈ സിനിമയ്ക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 95 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് തിയേറ്ററിൽ നിന്ന് ലാഭമായി കളക്ഷനായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വേറെ യാതൊരുവിധ ബിസിനസ്സും നടക്കാൻ പോകുന്നില്ല ഈ സിനിമയ്ക്ക്. കാരണം ഓൾറെഡി എല്ലാ ബിസിനസ്സും
വിറ്റുപോയ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സും ഇനി ഈ സിനിമയ്ക്ക് നടക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം ടോട്ടൽ ബിസിനസ്സിലൂടെ സിനിമ ലാഭം നേടി എന്നുള്ള കമന്റൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ട്. റീ റിലീസ് ചെയ്ത സിനിമ ഏത് ടോട്ടൽ ബിസിനസ് ആണെന്ന് എനിക്കറിയത്തില്ല. എന്ത് തന്നെയായാലും സിനിമയ്ക്ക് പൊതുവെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഈ 4Kയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി വരുന്ന ചെലവ്. ആ ചെലവ് മുടക്കി ഈ സിനിമ റീ റിലീസ് ചെയ്യിപ്പിച്ചപ്പോൾ ഏകദേശം 1 കോടി രൂപയോളം റീ റിലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയപ്പോൾ ഒരു 2.5 മുതൽ 3 കോടി രൂപ വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഓടിക്കിട്ടിയാൽ മാത്രമാണ് ഈ സിനിമ പ്രോഫിറ്റ് ആയി എന്ന് നമുക്ക്, തിയേറ്റർ പ്രോഫിറ്റ് മാത്രമാണ് ഇതിനകത്തുള്ള ഒരേ ഒരു മാർഗം, അത് പ്രോഫിറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് 1 കോടിക്ക് താഴെ അല്ലെങ്കിൽ 1 കോടിയിൽ വന്നു നിന്ന ഈ ഒരു സിനിമ മുടക്കു മുതലിന്റെ ഏകദേശം 40% മാത്രമേ തിരിച്ചു പിടിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ട് പറയാൻ സാധിക്കും. 60% ലോസ് ആയിരിക്കും സിനിമ എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. അതായത് പാലേരി മാണിക്യം എന്ന് പറയുന്ന ഒരു വലിയ പരാജയം, അതായത് അത് 100% ഫ്ലോപ്പ് ആയിരുന്നു. കാരണം 1 രൂപ പോലും കളക്ഷൻ തിയേറ്ററിൽ നിന്ന് തിരിച്ചു കിട്ടാത്ത ഒരു സിനിമയായിരുന്നു പാലേരി മാണിക്യം. ആ ഒരു വലിയ പരാജയത്തിന് ശേഷം വല്യേട്ടൻ എന്ന് പറയുന്ന മറ്റൊരു ദുരന്തം എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരാജയവുമായി മമ്മൂട്ടിയുടെ റീ റിലീസ് ചരിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേ വർഷം തന്നെ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയും ആവനാഴി എന്ന് പറയുന്ന സിനിമയും റീ റിലീസിന് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എത്ര പേര് ഫാമിലിയുമായിട്ട് വടക്കൻ വീരഗാഥയ്ക്കും ആവനാഴിക്കും പോകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇപ്പോഴത്തെ റൈറ്റ്സ് ഇരിക്കുന്ന പ്രൊഡ്യൂസറുടെ കയ്യിലാണോ അത് വേറെ ആരുടെങ്കിലും കയ്യിലാണോ എന്തിനേലും അവർക്ക് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടിയുടെ സിനിമകൾ റീ റിലീസ് ചെയ്യിപ്പിക്കാനല്ല, അത് ഇനി റീ റിലീസ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിച്ചിരുന്ന, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ വിശ്വസിച്ചിരുന്ന മമ്മൂട്ടി ആരാധകർ ഇപ്പോൾ റീ റിലീസ് എന്ന് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതിന്റെ പ്രധാന കാരണവും ഈ 2 സിനിമകൾ റീ റിലീസ് ചെയ്യിപ്പിച്ച് പരാജയപ്പെട്ടു എന്നുള്ളതും ഇനി 2 കൂടി ഇറങ്ങാനുണ്ട് എന്നുള്ളതും 4 പടം ഒരുമിച്ച് മമ്മൂട്ടിയുടെ റീ റിലീസ് ചെയ്യിപ്പിച്ചു എന്നുള്ളതൊക്കെ അവരുടെ വായടപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് ഈ റീ റിലീസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ട്രെൻഡ് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ സ്ഫടികം റീ റിലീസ് ചെയ്യിപ്പിച്ചത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു റീ റിലീസായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നീട് മറ്റേ പടം ഇറങ്ങി അത് വലിയ ഹിറ്റായി, ദേവദൂതൻ ഇറങ്ങി വലിയ ഹിറ്റായി എന്ന് പറയുന്ന ഒരു അത്ഭുതം മാത്രമായിട്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ വൺ ടൈം വണ്ടർ എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവം മാത്രമാണ്. അല്ലാതെ അതിന്റെ ചൂട് പിടിച്ച് ഇനിയും തുടർച്ചയായിട്ട് സിനിമകൾ റീ റിലീസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ വേറെ ആരൊക്കെയോ പടങ്ങൾ റീ റിലീസ് ചെയ്യിപ്പിക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ കണ്ടു അതിന്റെ പ്രൊഡ്യൂസർമാരൊക്കെ ഇരുന്നിട്ട് എന്തിനാണോ എന്ന്. മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ പടങ്ങളല്ല, അല്ലാത്ത ആൾക്കാരുടെ പടങ്ങൾ പോലും റീ റിലീസിന് വരുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേട്ടു. എന്ത് തന്നെയായാലും മമ്മൂട്ടിയുടേതായിട്ട് ഇപ്പോൾ നല്ല കുറെ സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, കുറെ സിനിമകളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നൊക്കെ പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിലീസ് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പടമാണ്. അത് കഴിഞ്ഞ മാസം റിലീസ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു, ഈ മാസം റിലീസ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതും കഴിഞ്ഞിട്ട് ജനുവരിയിൽ റിലീസ് ചെയ്യിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഫൈനലായിട്ട് കേൾക്കുന്നത്. ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഏകദേശം 3-4 പ്രാവശ്യം റിലീസ് ചെയ്യിപ്പിക്കുന്നതിന്റെ തൊട്ടടുത്ത് വരെ എത്തി ടീസറും കാര്യങ്ങളൊക്കെ ഇറക്കി, പോസ്റ്ററുകളൊക്കെ ഇറക്കി. പക്ഷെ പിന്നീട് ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വീണ്ടും റീഷൂട്ട് വയ്ക്കുകയും വീണ്ടും റീ എഡിറ്റ് ചെയ്യുകയും വീണ്ടും റീമിക്സ് ചെയ്യുകയും വീണ്ടും റിലീസിംഗ് ഡേറ്റിലേക്ക് അടുക്കുകയും വീണ്ടും റീഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ കലാപരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബസൂക്കയുടെ ഗതി എന്താകുമെന്ന് അറിയത്തില്ല. എന്തിനേലും ആ സിനിമയും ഏകദേശമൊക്കെ വർക്ക് പൂർത്തിയായിട്ടിരിക്കുകയാണ്. ഈ സിനിമകളൊക്കെ നല്ല ക്രിസ്മസ് ഒക്കെ ബേസ് ചെയ്തിട്ട് നല്ല ടൈം നോക്കി റിലീസ് ചെയ്യിപ്പിക്കുന്നതിന് പകരമായിട്ട് അത് വെച്ചുകൊണ്ടിരുന്നിട്ട് ആ ഒരു നല്ല സീസൺ നോക്കിയിട്ട് ഇപ്പോൾ റീ റിലീസ് ചെയ്യിപ്പിക്കുന്ന തിരക്കിലാണ് മമ്മൂട്ടിയുടെ സംഘം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ തെറിവിളിയായിരിക്കാം, അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവാം. എന്ത് തന്നെയാലും നിങ്ങളുടെ കമന്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ എൻ്റെ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്.